ടേബിളിലെ 8ാം സ്ഥാനക്കാരുമായിട്ടുള്ള പോരാട്ടം, വിജയം അനിവാര്യമായിട്ടുള്ള പോരാട്ടം. കഴിഞ്ഞ മത്സരത്തിലെ വിജയത്തെ ആഘോഷിക്കണമെങ്കിൽ ഈ ഒരു മത്സരം വിജയിക്കൽ അത്യാവശ്യമാണ്. മാത്രമല്ല ഇനിയുള്ള തേരോട്ടങ്ങൾ വീക്ഷിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു പോരാട്ടം കൂടെയാണ് മഞ്ഞക്കുപ്പായക്കാരുടെ അവസാനത്തെ ദ വേൾഡ് കപ്പ് കോൾ. ജംഷഡ്പൂർ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ഞായറാഴ്ച മറ്റൊരു പോരാട്ടത്തിനായിട്ട് കളത്തിലിറങ്ങാനായിട്ട് പോവുക. സോ ജംഷഡ്പൂർ FC ആണ് നമ്മുടെ എതിരാളികൾ എന്നോർക്കണം. സീസണിലെ ടേബിൾ പോയിന്റിലേക്ക് നോക്കുമ്പോൾ 8ാം സ്ഥാനക്കാരാണ് ജംഷഡ്പൂർ FC. 11 മാച്ചിൽ നിന്നും 6 വിന്നും 5 ലോസും, ടോട്ടൽ 18 പോയിന്റ്. കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത് 10ാം സ്ഥാനത്താണ്. ബട്ട് 2 അക്കത്തിന്റെ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് 18 പോയിന്റും നമുക്ക് 14 പോയിന്റുമാണ് ഉള്ളത്. വിജയം ബ്ലാസ്റ്റേഴ്സിനും ജംഷഡ്പൂരിനും അത്യാവശ്യമാണ്. കാരണം ടോപ്പ് 6 എത്താനുള്ള ഒരു തേരോട്ടം തന്നെ ഇരു ടീമുകളും നയിക്കുന്നുണ്ട്. അവർ ജയിച്ചാൽ നേരെ 4ാം സ്ഥാനത്തേക്ക് എത്താം എന്നുള്ളത് ഒരു മുൻഗണനയാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും വിജയിക്കാനായിട്ട് ഖാലിദ് ജമീലും ടീമും ഈ ഒരു മത്സരത്തെ കാണും. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ഒരു പുലിമടയെയാണ്. ജംഷഡ്പൂർ FC എന്ന് പറയുന്നത് താരനിരകൾ അടങ്ങിയിട്ടുള്ള ഒരു പുലിമടയാണ് എന്നർത്ഥം. ഗോൾ കീപ്പിംഗ് ഭാഗത്തേക്ക് വരുമ്പോൾ അൽബിനോ ഗോമസ് അവിടെ ഉണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അൽബിനോ ആരാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ സീസണിൽ ഒട്ടുമിക്ക നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ് ആൽബിനോ ഗോമസ്. ഇനി ഗോൾ കീപ്പറെ മാറ്റി നിർത്തി ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ മറ്റേ ക്രിക്കോവിച്ച് എന്ന് പറയുന്ന പ്ലെയറും അതുപോലെ സ്റ്റീഫൻ എസയുണ്ട്. നല്ല ഹൈറ്റും സ്ട്രെങ്ത്തും ഫിസിക്കുള്ള കിടിലം പ്ലെയേഴ്സാണ്. ജംഷഡ്പൂരിൻ്റെ വിദേശ താരങ്ങളിൽ എടുത്തു പറയേണ്ട പ്ലെയേഴ്സാണ് എന്നോർക്കണം. ഇനി മധ്യനിരയിലേക്ക് വരാം. അവിടെയുള്ള പടുകൂറ്റന്മാരെ കണ്ട് നെട്ടരുത്. ഹാവി ഹെർണാണ്ടസ് 1 അസിസ്റ്റും 3 ഗോളുകളുമായിട്ട് ഇക്കൊല്ലം മധ്യനിര ജംഷഡ്പൂരിൻ്റെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാവി ഹെർണാണ്ടസ് എങ്ങനെയുള്ള പ്ലെയറാണ്, എങ്ങനെ കളിക്കുന്ന പ്ലെയറാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഹാവിക്ക് കൂടെയുള്ള വിദേശ താരം റായ് ടെച്ചിക്കാവയാണ്. കിഡിലൻ ഷോട്ടുകളാണ്. 2 ഗോളുകളും 1 അസിസ്റ്റും ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ജംഷഡ്പൂരിൻ്റെ മധ്യനിര ഈ 2 വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ചേർന്ന് ഇണങ്ങി ചേരുമ്പോൾ സേഫാണ് എന്നർത്ഥം. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരാം. ഇമ്രാൻ ഖാൻ, ജോർഡൻ മറെ, അതുപോലെ തന്നെ ഹാവിയർ സിവേറിയോ, ഋത്തിക് ദാസ്, പഴയ KBFC താരമാണ് ഋത്തിക് ദാസ്, ആൻഡ് സനാൻ മുഹമ്മദ്. ഫാസ്റ്റ് ആൻഡ് ട്രിക്കി ആയിട്ട് കളി മെനയാൻ പറ്റുന്ന താരങ്ങളാണ് ഇവരുടെ മുന്നേറ്റ നിരക്കാർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് നമ്മുടെ സനാൻ മുഹമ്മദിനെയാണ്. മലപ്പുറത്തുകാരനായിട്ടുള്ള സനാൻ, അങ്ങനെയാണ് കമൻട്രി ബോക്സിൽ നിന്നും വിളി കേൾക്കാറുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഷോട്ടുകളും അതുപോലെ തന്നെ അറ്റംപ്റ്റുകളും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തലവേദന ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്ന ഒരു ഗോൾ ഉണ്ടായിരുന്നു. ISLലെ തന്നെ ദ ടോപ്പ് ഗോൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗോളാണത്. ഇതുപോലെയുള്ള ഒരു പടുകൂറ്റൻ ഷോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സച്ചിൻ സുരേഷ് തീർച്ചയായിട്ടും പതറും. കാരണം അദ്ദേഹം ട്രൈ ചെയ്യാനും സ്പീഡി ആയിട്ടുള്ള മുന്നേറ്റം നടത്താനും ഉഷാറായിട്ടുള്ള ഒരു യുവതാരമാണ്. ഇനി അവരുടെ മെയിൻ താരമായിട്ടുള്ള സിവേറിയോ അടിച്ചിട്ടുള്ളത് 4 ഗോളുകളാണ്. അതിലെ ചില ഗോളുകൾ തന്നെ സിവേറിയോ അടിച്ചിട്ടുള്ളത് എങ്ങനെ അറിയാം? തട്ടിത്തെറിച്ച് വരുന്ന പന്ത് ഒരു പുലി തൻ്റെ ഇരയെ കാത്തിരിക്കുന്നത് പോലെ ആ പന്തിനെ കാത്തിരുന്ന് അതിലേക്ക് ചാടി വീണ് അടിച്ചിട്ടുള്ള ഗോളുകളാണ്. സോ ഇവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സച്ചിൻ സുരേഷ് കഴിഞ്ഞൊരു മത്സരത്തിലെ പ്രകടനം നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റൂല. കാരണം കഴിഞ്ഞ മത്സരം മുഹമ്മദ് അൻസു നമ്മളെ പോലെ തന്നെ കുറച്ച് മങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി അതിന് മുമ്പുള്ള കുറച്ച് മത്സരങ്ങളിലേക്ക് പോവുക. സച്ചിൻ സുരേഷിൻ്റെ കയ്യിൽ നിന്നും പന്ത് വഴുതി പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സമയത്ത് ഹാവിയർ സിവേറിയോ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ സ്വാഭാവികം തൻ്റെ ടീം അംഗങ്ങളുടെ അടുത്ത് നിന്നും പന്ത് പോയി അവസാനിക്കുന്നത് ഔട്ട് ലൈനിലോ അതല്ലെങ്കിൽ എതിരാളികൾ ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഗോൾ കീപ്പർ പിടിക്കുകയോ ചെയ്യാതെ ഹാവിയർ സിവേറിയോ ആ പന്തിനെ പിന്തുടരൽ നിർത്തില്ല. ഇത്രക്കും ഒരു ബോളിൽ എങ്ങനെ ഗോൾ കണ്ടെത്തണം എന്നുള്ളത് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു പ്ലെയറാണ് സിവേറിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിവേറിയോയെ തടഞ്ഞു നിർത്താൻ ഒരു മെയിൻ ഡിഫൻഡർ നമുക്കില്ല എന്നുണ്ടെങ്കിൽ സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊട്ട നിറയും. ഇപ്പോഴത്തെ സച്ചിൻ്റെ അവസ്ഥ അനുസരിച്ച് പറയുകയാണ്. ഇനി ഇമ്രാൻ ഖാൻ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു പന്ത് ഇട്ട് കൊടുത്താൽ അത് എങ്ങനെ ബോക്സിൽ എത്തിക്കണം എന്ന് ആ താരത്തിന് നല്ലോണം അറിയാം. ജോർഡൻ മറെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു പ്ലെയറാണ്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വന്ന് ഗോൾ അടിച്ച് പോകുന്ന ഒരു പ്ലെയർ കൂടെയാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നല്ല രീതിയിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സീസണിലെ 6ാം സ്ഥാനവും ഗുദാ ഹവ ആവേണ്ടി വരും. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാം. ഒരുപക്ഷെ കഴിഞ്ഞ മാച്ച് നമുക്ക് വല്ലാത്ത രീതിയിൽ എടുത്തു പറയാനായിട്ട് പറ്റൂല. അതിൻ്റെ ആ ഒരു ആഘോഷമോ കാര്യമോ നമുക്ക് പറയാനായിട്ട് പറ്റൂല. ഇത് പൊതുവെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം മുഹമ്മദ് അൻസ് SC ആയിട്ടാണ് നമ്മൾ മത്സരിച്ചത്. സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സിന് സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റിയിട്ടുള്ളൊരു മത്സരമാണ്. പക്ഷേ നമ്മൾ അതിലും കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള 3-4 താരങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോറോ സിംഗ്, ഫ്രെഡി, അതുപോലെ തന്നെ ലാലൻ മാവിയ എന്ന് പറയുന്ന താരങ്ങൾ. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോറോ സിംഗിനെയും അതുപോലെ തന്നെ ഫ്രെഡിയെയും
അതുപോലെ ഐബാൻ ബഡോളിനെയും ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ നമ്മൾ ലാൽ മാവിയയെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിയെ ഒരു 50 മിനിറ്റിൻ്റെ ആ ഒരു സമയത്ത് തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ തോമസ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ കോച്ചിന് അതിൽ നല്ല രീതിയിൽ തല വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ ഒരു റിസർവ് ടീമിൻ്റെ കോച്ചാണ്. പുള്ളിക്കാരൻ്റെ അണ്ടറിലൂടെ കടന്നു വന്ന പല കളിക്കാരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഐമനെയും അസറിനെയും അടുത്ത മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും വരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബാക്ക് പൊസിഷനിൽ നിന്നും സന്ദീപ് സിംഗിനെ ദൂരെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഐബാൻ ഡോളിങ്ങിനെ കൊണ്ടുവരേണ്ടത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കോറോ സിംഗിനെയും ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. പിന്നെ വിപിന് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ ലൈനപ്പും സ്കോഡും എല്ലാം നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിട്ടുള്ളത് സച്ചിൻ സുരേഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ ഡിഫൻസ് നിരയാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഐബാൻ, നവോച്ച, ഹോർമി, പ്രീതം. പിന്നെ ഇവരൊക്കെ മാറ്റി നിർത്തി നമ്മുടെ മുന്നേറ്റ നിര, അതായത് മിഡിലേക്ക് വരുമ്പോൾ അവിടെ ലൂണ, ഫ്രെഡി, അലക്സാണ്ടർ കൊയ്ഫിനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹീസസ് സിമിനിയസ് അവൈലബിൾ ആണ്. ഹീസസ്, നോഹ സദോയ്, അതുപോലെ തന്നെ കോറോ സിംഗ്. ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം 4-3-3 എന്ന് പറയുന്ന ഫോർമേഷനിൽ ഞാൻ ഇതാണ് കൊടുക്കുന്നത്. ഇനി തോമസിൻ്റെ ആ ഒരു കണക്കുകൂട്ടലും കാര്യങ്ങളും എങ്ങനെയായിരിക്കണം, അതായത് കോച്ചിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം നമുക്ക് ചിന്തിക്കേണ്ടതാണ്. കാരണം എന്ത് വില കൊടുത്തും വിജയിക്കേണ്ട ഒരു മത്സരമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും. അതിലേക്കും ബൈ.